ഡൈ ഹാർഡ് KBFC എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇന്ന് ഞാനാണ് ഇൻട്രോ പറയുന്നത്. ആൻഡ് ഇവനാരോ അറിയാം നിങ്ങൾക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടാ. സെക്കൻഡ് മീറ്റപ്പ് ഗൈസ്, ഇത് നമ്മളെ മലയാളി സ്പോർട്സ് ക്രിയേറ്റീവിൻ്റെ സെക്കൻഡ് മീറ്റപ്പ് ആണ്. ആൻഡ് ഞാനിവിടെ ഫസ്റ്റ് ടൈം ആയിട്ടാണ്, ഇവർ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടല്ലോ. സോ സത്യം പറയാം, അടിപൊളി ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. ആദ്യം വയനാടായിരുന്നു, ഇപ്പം കൊച്ചിയിൽ നമ്മൾ ഇന്നലെ ക്ലബ് മഹീന്ദ്ര റിസോർട്ടിലാണുള്ളത്. സോ എനിവേ കാര്യങ്ങളൊക്കെ കാണാം. ഞാനിതാ ആൾക്ക് കൈമാറാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പാച്ചുവിൻ്റെ ഇൻട്രോ ഉണ്ട്. ഇപ്പം വേറെ ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതാ ചാനൽ പേര് ഫുട്ബോൾ കോർട്ട് 1,00,000 മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ ഒരു പ്രമുഖനാണ്. 1,00,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. എന്തായാലും നമ്മുടെ ഡൈഹാർട്ടിന്റെ അത്രയൊന്നും ഒരിക്കലും എന്തായാലും ഇല്ല. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം മല്ലു KBFCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മല്ലു KBFC എന്തെങ്കിലും പറയും, അശ്വതിയായിട്ടുള്ള അല്ല എന്തേലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് എന്താണെന്ന് പറ. ഈ അടുത്ത 6 ഫോറിൻ പ്ലേയേഴ്സിന്റെ എല്ലാം അറിയാം, ഇവനെല്ലാം അറിയാം. 6 ഫോറിൻ പ്ലേയേഴ്സിന്റെ പേരും അറിയാം. അടുത്ത സീസണില കോച്ചിന്റെ പേരും അറിയാം. എല്ലാം കിട്ടുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഇതിലെ ന്യൂസ് അപ്പൊ നമ്മുടെ എന്താണ് മലയാളി സ്പോർട്സ് ക്രിയേറ്റേഴ്സിന്റെ പ്രസിഡന്റ് എല്ലാമായ സിദ്ദിഖ്, അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായമേറിയ അടുത്ത വർഷം കല്യാണം നടക്കുന്ന സിദ്ദിഖ് ബ്രോവിന് എന്താണ് പറയാനുള്ളത്? പറയൂ. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ മീറ്റപ്പിലും താങ്കളായിരുന്നു വന്നുകൊണ്ട് എന്റെ കളറൊക്കെ എന്തെങ്കിലും കളർ പറഞ്ഞ ലുലു അതേ കണ്ടോ. നമ്മുടെ എന്താന്ന് വെച്ചാൽ അടിപൊളി ബ്രോ ഉണ്ട്. അടിപൊളി ബ്രോ എല്ലാവരും തല വെട്ടിയെടുത്ത് പോസ്റ്ററുകളെല്ലാം ഉണ്ടാക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ടിപ്പോവിച്ചിനെ വരെ ഏറി കയറ്റിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലെ ഒരു കള്ളകൃഷ്ണനും കൂടിയാണ് ഇരിക്കുന്നത്. ഓ തളർത്തിക്കളഞ്ഞു ഗൈസ്. എല്ലാരും സിദ്ദിഖൊക്കെ മാറി കിടക്കുന്നു. അടുത്ത വർഷം അടുത്ത മീറ്റപ്പ് നമ്മളെ സിദ്ദിഖിന്റെ കല്യാണത്തിന്റെ അന്നായിരിക്കും. അപ്പൊ നമുക്ക് അന്ന് അടിച്ച് പൊളിക്കാം നമ്മുടെ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ID കാർഡ് കാര്യങ്ങളൊക്കെ എല്ലാരും കണ്ടോളൂ. നമ്മുടെ ഡോണിസ് ക്ലാഷ്, പിന്നെ അതിലും വലിയൊരു സെലിബ്രിറ്റി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെലിബ്രിറ്റി, അടിപൊളി ബ്രോ സെലിബ്രിറ്റി. ഈ ഇറച്ചി വെട്ടുകാരെ ഏറ്റവും കൂടുതൽ തല വെട്ടുന്ന മനുഷ്യന്റെ അടിപൊളി ഒരു നമ്മുടെ 100K നമ്മുടെ വീഡിയോ അതിലൊന്ന് ഫോട്ടോ ഒക്കെ ചെയ്ത് തന്ന ആളാണ്. ഇതിന്റെ പേര് പറഞ്ഞു കാലിബ്രി വെഡിങ് ഫിലിംസ്. അപ്പൊ എല്ലാവരും കോണ്ടാക്ട് ചെയ്യാ. നല്ല നല്ല പിക്സ് വെഡിങ് എല്ലാം എടുത്ത് സെറ്റ് ആക്കി അൻസിൽ കെയർ ഇൻട്രോ മാസ്റ്റർ പീസ് ഇൻട്രോ പറയ് മാസ്റ്റർ പീസ് ഇൻട്രോ പറ. നമസ്കാരം, ഞാൻ അൻസിൽ കെയർ. ഓക്കെ അതെയാ സാർ പറയാമോ? എന്താ പറയണ്ടേ, വളരെ ചെറിയൊരു ആക്സിഡന്റ് കഴിഞ്ഞ തവണത്തെ ഗോൾഡ് ഇവനല്ലേ ഗോൾഡ് ഞങ്ങൾ ക്യാപ്റ്റൻ. ഈ തവണ നിങ്ങൾ അപ്പൊ എന്താണ് പറയാനുള്ളത്? ഈ തവണ ആര് കപ്പ് നോക്കും? നിങ്ങൾ പച്ചപ്പുൽ മൈതാനം പറയും എന്തെങ്കിലും. ജോസഫ് സാർ എന്തേലും പറയും. അല്ല പച്ചപ്പുൽ മൈതാനം. ഓ അങ്ങനെ ജോസഫിന് പച്ചപ്പുൽ മൈതാനം വയനാട് കിട്ടിയില്ലെങ്കിലും കൊച്ചി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രിയേറ്റേഴ്സ് എല്ലാവരും. ഫേമസ് ആയ LFO ഷോട്ട്സ് എന്താ പറയാനുള്ളതാ? LFO ഷോട്ട് മികച്ച ഒരു ചാനലാണ്. അടിപൊളി ബ്രോനെ പറ്റി എന്താണ് പറയാനുള്ളത്? അടിപൊളി വെച്ചാൽ നമ്മൾ നോർമലി അണ്ടി ബ്രോൺ ആണ്. അവിടെ കീന്ന് വെക്കണേ പൊടിയാണ്. അവിടെ നമ്മുടെ റോമിയോ, നമ്മുടെ എല്ലാം ഡാൻസ് മാസ്റ്റർ വിക്രം. ജോസഫേ ഹായ് ഗൈസ്, അപ്പം നമ്മളിപ്പോൾ റിസോർട്ടിലെത്തി. ചെക്കിങ് കഴിഞ്ഞ് ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. ഇതെന്താ മെമ്പർഷിപ്പ് ഐഡിയ? നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഇപ്പൊ ലിഫ്റ്റിലാണ്. സൈഡിൽ കൈ പിടിച്ചിട്ടുണ്ട്. ഫ്ലോർ തേർഡ് ഫ്ലോർ. ഇപ്പം ഫുള്ള്
നിനക്ക് നോക്കാനും അറിയത്തില്ല, നോക്കുന്നവരെ പറ്റുമോ? പിന്നെ നാളെ നമുക്കുള്ളത് തെറ്റിക്കണേ. ഇതാണ് നമ്മുടെ റൂം എത്തി. ബെഡ്റൂം ഗൈസ്, ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ വ്യൂ. ഇതാണ് നമ്മുടെ റൂമിൽ വന്നൊരു കാണിച്ചാൽ സീൻ റൂമാണ്. ടി വി അടിപൊളി ബ്രോ. ഡ്രസ് മാറുന്നത് എക്സ്ക്ലൂസീവ് വീഡിയോ. അടിപൊളി ബ്രോ. ഗായ്സ്, അപ്പോൾ അതേ നമ്മൾ റിസോർട്ടിൽ എൻ്റെ റൂമിലെത്തിയിരിക്കുകയാണ്. എൻ്റെ റൂമിൽ വേറെ 2 പേരും കൂടി ഉണ്ട്. ഒരാൾ നമ്മുടെ അടിപൊളി ബ്രോയും പിന്നെ നമ്മുടെ ടോണിസ് ക്ലാഷ്, എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ടോണിസ് ക്ലാഷ് എത്തിയിട്ടില്ല, എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ ഇവിടെ ഉണ്ടാവും. അപ്പോൾ കാണിച്ചു തരാം. എന്തായാലും എന്താ പറയുക, ഒരു കൊല്ലത്തിന് ശേഷം വീണ്ടും ഒരു മീറ്റപ്പ് കൂടെ എല്ലാവരും കാണാം. ഇത് കഴിഞ്ഞ കൊല്ലം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അത്. ഇപ്പോഴും ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായി ഇത് മാറുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം ഇതുവരെ അടിച്ച് പൊളിച്ചാണ് ഇവിടം വരെ എത്തിയത്. ഇനി അങ്ങോട്ട് ഇത് തീരണ വരെ, തീർന്നു കഴിയുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. തീരണ വരെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കും. എല്ലാവരും അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. ഞാനും ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അതിനെ ഞാനും പോവും. ഗൈസ്, അപ്പോൾ നമ്മളെ ഡ്രസ്സിൽ ഫ്രഷ് ആയിട്ടുണ്ട്. അങ്ങനെ പരിപാടിക്ക് പോകാൻ പോവുകയാണ് അല്ലേ? അതെ 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 പറയൂ. അപ്പൊ നമ്മൾ പരിപാടിക്ക് പോകാൻ പോവാം. ഓക്കെ, ഇനി പരിപാടിയിൽ കാണാം. കണ്ടിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് YMCA ഹാളിലാണ്. സ്പോർട്സ് കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ നിങ്ങൾ പലരുടെയും ശബ്ദങ്ങളിലൂടെ ആയിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇപ്പൊ പലരുടെയും മുഖങ്ങൾ കാണാൻ സാധിക്കും. എല്ലാവരും പേര് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? സോ ഇത് നമ്മുടെ സ്പോർട്സ് കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ മുതൽ നമ്മൾ സ്പോർട്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഇത് ഒരു വലിയ ശാഖയായിട്ട് വളർത്താനാണ് പ്ലാൻ ഇടുന്നത്. ഇത് ഒരു വലിയൊരു ഇനീഷ്യേറ്റീവ് തന്നെയാണ്. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിലേക്കാണ്. അപ്പം എന്തായാലും നമ്മൾ കാത്തിരുന്ന ആ ദിവസം വന്നിരിക്കുകയാണ്. സോ ബാക്കി കാര്യങ്ങൾ കാണാം. ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. സ്റ്റേജിൽ വന്നിങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര വിരളമാണ്. എന്തായാലും ഇപ്പോൾ വളരെ സന്തോഷം, ഒരു ഇത്രയും വലിയൊരു സെറ്റപ്പിലേക്ക് നമ്മൾ വളർന്നു എന്നുള്ളത്. അവൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ആ ഒരു വ്ളോഗ് എടുക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ലെവലിലേക്ക് നമുക്ക് വളരാൻ പറ്റുന്നു. ആക്ച്വലി ഞാൻ ഒരിക്കലും ഇത് ഡിസേർവ് ചെയ്യുന്നില്ല. മീൻസ് ഇതല്ല, ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രിവിലേജ്ഡ് ആയിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ ഡിസേർവ് ചെയ്യുന്നില്ല. കാരണം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഓരോ അഡ്മിനുമാണ്. നമ്മളൊന്നും ഞാൻ അന്ന് ആ ഒരു പരിപാടി കഴിഞ്ഞ് ഒരു കാര്യമായിട്ടൊരു സപ്പോർട്ട് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനുശേഷം അവര് വളർത്തിക്കൊണ്ടുവന്ന ഒരു ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ആൻഡ് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നു അവരെ കുറിച്ച് ആലോചിച്ചിട്ട്. സോ താങ്ക് യു ഓൾ അഡ്മിൻസ്, അതാണ് ആദ്യം പറയാനുള്ളത്. ആൻഡ് അന്ന് എൻ്റെ ഒരു വർക്ക് കഴിഞ്ഞ് പെട്ടെന്ന് ഓടി വന്നിട്ടാണ് ഞാൻ ആ ഒരു മീറ്റപ്പിൽ പങ്കെടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇത്രയും വലിയൊരു ഈ ഒരു സ്റ്റേജ് ലൈക്ക് ഇതിന് നമുക്ക് സ്പോൺസർ ചെയ്ത 22bet അവരും അതിനുള്ള ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും ഇനി ഈ മീറ്റപ്പ് നമുക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കിനി കുറേ പരിപാടികൾ വരാനുണ്ട്. അത് ഗംഭീരമായിട്ട് നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ ഞാൻ അധികം ബോറടിപ്പിക്കാതെ നന്ദി. കുറച്ചുകൂടെ പവർ തുള്ളാത്ത മാക്സിമം എൻജോയ് ചെയ്യുക.
ഗൈസ് അപ്പോൾ നമ്മുടെ മീറ്റപ്പ് ഓൾമോസ്റ്റ് ഉണ്ടായി. അപ്പോൾ അതെ നൈറ്റ് ഡിന്നർ വന്നേക്കാണ്. ഫുഡ്സൊക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഇതേ റിസ്വാൻ TT ആണ്. ചിക്കൻ കുറച്ച് മുറ്റാണ്. ആണോ? ഞാൻ കഴിച്ചില്ലടാ, കഴിക്കാം. അതൊന്ന് എല്ലാത്തിൻ്റെ ഒരു വീഡിയോ എടുക്കട്ടെ. ഓക്കെ, നമ്മുടെ ആങ്കർ ഫിദ വാപ്പിച്ചി. ഇത്രയും ഫുഡ് ഉണ്ട്. ഓക്കെ, ടീം മൊത്തം. ഗായ്സ് അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മീറ്റ് 2.0 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ മാക്സിമം നമ്മൾ ക്യാമറ ടീംസിൻ്റെ ഇതൊക്കെ മേടിച്ച് അതൊരു വ്ളോഗാക്കി എന്തായാലും ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ റൂമിൽ റൂം ഷെയർ ചെയ്ത് ഡോണിസ് ക്ലാഷും അടിപൊളി ബ്രോയും ആയിരുന്നു. അപ്പോൾ അടിപൊളി ബ്രോ. അപ്പോൾ ഡോണിസ് ക്ലാഷിന് എന്താണ് നമ്മുടെ മീറ്റപ്പ്, ഡോണിസ് ക്ലാഷിൻ്റെ ഫസ്റ്റ് മീറ്റപ്പ് ആയിരുന്നു ഈ മലയാളി സ്പോർട്സ് ക്രിയേറ്റേഴ്സിൽ. അപ്പോൾ ഡോണിസ് ക്ലാഷിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്കൊന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു അടിപൊളി ഇല്ല ഇവിടെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ആൻഡ് നമുക്ക് ഒരുപാട് പേരെ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ചാറ്റിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് പേരെ നേരിട്ട് കാണാൻ പറ്റി. അവരുടെയൊക്കെ മുഖങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റി. ആൻഡ് അവരോടൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ സംഭവം ആഡ് പൊളിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് ഈ കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ ഗ്രോ ചെയ്യാനുണ്ട്. ഒരുപാട് പേരെ ഇനിയും ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഒരു ഹാഫ് സ്റ്റേജ് എത്തിയിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ഇനിയും നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അടിപൊളിയാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മൊത്തത്തിൽ എല്ലാം ടോണിസ് പറഞ്ഞു. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും അടിപൊളി. ഒരുപാട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പറ്റി. എന്തുകൊണ്ടും പൊളിച്ചു. ഓക്കെ, അപ്പോൾ ഓക്കെ ഒരു വൈൻഡപ്പ് പോയിട്ട് സൂപ്പർ.